മീഖ 4:6. അന്നാളിൽ മുടന്തി നടക്കുന്നതിനെ ഞാൻ ചേർത്തുകൊള്ളുകയും ചിതറിപ്പോയതിനെയും ഞാൻ ക്ലേശിപ്പിച്ചതിനെയും ശേഖരിക്കുകയും. കാലിന് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ നടപ്പിൽ മുടന്തു വരുന്നു, ചേർന്ന് നിൽക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ ചിതറിപ്പോകുന്നു. എന്നാൽ ഇതിനെയൊക്കെ ചേർത്ത് പിടിക്കുന്ന സ്നേഹനിധിയായ ഒരു ദൈവമുണ്ട്, അതാണ് യേശു. നമ്മുടെ ജീവിതം രോഗം കൊണ്ട്, അസമാധാനം കൊണ്ട്, സാമ്പത്തിക ക്ലേശം കൊണ്ട്, ആത്മീയ മനുഷ്യൻ ബലഹീനമാകുന്നത് കൊണ്ടൊക്കെ മുടന്തിപ്പോകാറുണ്ട്. ജീവിതയാത്ര മന്ദമായി പോകാറുണ്ട്. ദുഷ്ടൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തെ ചിതറിച്ചു കളയാറുണ്ട്. ജീവിതത്തിൽ പലരും ഒന്നിച്ചു കൊണ്ടുപോകുവാൻ സാധിക്കാതെ ചിതറിപ്പോകുന്ന സാഹചര്യങ്ങൾ. ഇതിനെയൊക്കെ നേരെയാക്കുവാൻ കഴിയുന്ന യേശുവിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധ തിരിക്കുവാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിന് വിടുതലായി. നമ്മുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്നതൊന്നും സ്ഥിരമായി നിൽക്കുവാൻ നമ്മുടെ ദൈവം അനുവദിക്കില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സകല അവസ്ഥകളുമായി യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലാം. യേശു നമ്മെ കൈക്കൊള്ളും, മാറോടണയ്ക്കും. 3 യോഹന്നാൻ 1:2. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഭൗതിക ജീവിതം ശുഭമായാൽ നമ്മുടെ ആത്മാവ് ശുഭമാകണമെന്നില്ല. നമ്മുടെ ആത്മീയ മനുഷ്യൻ ശുഭമാകുമ്പോൾ നമ്മുടെ ഭൗതിക ജീവിതം ശുഭകരമാകണമെന്നുമില്ല. എന്നാൽ ഇവിടുത്തെ പ്രാർത്ഥന രണ്ടും ഒരുപോലെ ശുഭമായിരിക്കണമെന്നതാണ്. നമ്മുടെ ആത്മാവിൻ്റെ ശുഭതയാണ് ആദ്യം നടക്കേണ്ടത്. ആത്മാവ് ശുഭമായാൽ പിന്നെ സകലത്തിലും ക്രമേണ ശുഭത വരുവാൻ ഇടയാകും. ആത്മാവിൻ്റെ ശുഭത ക്രിസ്തുവിൽ കൂടി മാത്രമേ നടക്കുകയുള്ളൂ. യേശുവിൻ്റെ കൈകളിൽ ഒതുങ്ങുവാൻ നമ്മുടെ ആത്മാവിനെ വിട്ടുകൊടുത്താൽ ജീവിതം സുരക്ഷിതമായി. അതുകൊണ്ട് മുടന്തിപ്പോയതും ചിതറിപ്പോയതും ക്ലേശം അനുഭവിച്ചതുമൊക്കെയായ നമ്മുടെ ആത്മീയ ജീവിതത്തെ യേശുവിൻ്റെ കൈകളിൽ കൊടുത്ത് ഒരു ശുഭതയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന് ഒരു ശുഭത നൽകണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.